തമ്പനയിൽ കണ്ടത് സത്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബേക്കറി ആൻഡ് ഓവൻ ഫുഡ്സ് നിർമ്മാതാക്കളായ മെക്സിക്കൻ ഫുഡ് കമ്പനി ഗ്രൂപ്പോ ബിംബോയുടെ കീഴിലുള്ള അവരുടെ സ്വന്തം ബ്രാൻഡാണ് നമ്മുടെ മോഡേൺ ബ്രെഡ്. മോഡേൺ ബ്രെഡ് എങ്ങനെ മെക്സിക്കനായെന്നറിയാൻ 60 വർഷം പിന്നിലേക്ക് പോകണം. ആദ്യത്തെ മോഡേൺ ബ്രെഡ് ബാച്ച് ഓവനിൽ ബേക്ക് ചെയ്ത കാലത്തേക്ക്. ഇന്ത്യൻ കർഷകരുടെ പ്രധാനമന്ത്രി എന്നറിയപ്പെട്ട ലാൽ ബഹദൂർ ശാസ്ത്രിയിലാണ് ആ ചരിത്രം തുടങ്ങുന്നത്. ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യമുയർത്തി അദ്ദേഹം അധികാരത്തിലെത്തിയ 1964 വടക്കേ ഇന്ത്യയിലെ കർഷകർ സമാനതകളില്ലാത്ത വരൾച്ചയിലൂടെയും വിളനാശത്തിലൂടെയുമാണ് കടന്നുപോയിരുന്നത്. ഇതിനൊപ്പം ഇടനിലക്കാരുടെ ചൂഷണവും. ഇന്ത്യൻ കർഷകരുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ മികച്ച വില നൽകി വാങ്ങി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് മനസ്സിലായി. അത്തരമൊരു കമ്പനി രൂപീകരിക്കുന്നതിന്റെ പ്രാഥമിക ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഈ പദ്ധതി കൊളംബോ പ്ലാനിന്റെ ഭാഗമാക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നു. 1950 അന്നത്തെ സിലോൺ ആയിരുന്ന ശ്രീലങ്കയിൽ യോഗം ചേർന്ന കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ധനമന്ത്രിമാർ രൂപീകരിച്ച പദ്ധതിയായിരുന്നു കൊളംബോ പ്ലാൻ. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ പരസ്പരം വിഭവവിനിമയം നടത്തുന്നതിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുമായാണ് കൊളംബോ പ്ലാൻ വിഭാവനം ചെയ്തത്. ഇന്ത്യൻ കർഷകരെ സഹായിക്കാൻ ആരംഭിക്കുന്ന പദ്ധതി അങ്ങനെ കൊളംബോ പ്ലാനിന്റെ ഭാഗമായി. 1965 പൂർണ്ണമായും ഇന്ത്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിൽ മോഡേൺ ബേക്കറീസ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിക്കപ്പെട്ടു. ചെന്നൈയിലെ താരാമണിയിൽ ഇപ്പോഴത്തെ ടൈഡൽ പാർക്കിന് സമീപം കഴിക്കുണ്ടറത്തായിരുന്നു ആസ്ഥാനവും R&Dയും ആദ്യത്തെ പ്രൊഡക്ഷൻ യൂണിറ്റും. ഗോതമ്പ് കർഷകരെ സഹായിക്കാൻ ബ്രെഡ് നിർമ്മാണം, പഴവർഗ്ഗ കർഷകരെയും കരിമ്പ് കർഷകരെയും സഹായിക്കാൻ പാക്ക്ഡ് ജ്യൂസും കോളയും ഉണ്ടാക്കൽ തുടങ്ങി നിരവധി പ്രൊഡക്റ്റ് പ്രപ്പോസലുകൾ സർക്കാർ മുന്നോട്ട് വെച്ചു. എന്നാൽ തൽക്കാലം ബ്രെഡ് നിർമ്മാണത്തിൽ ഉറച്ചു നിൽക്കാനും കഴിയാവുന്നത്ര ഗോതമ്പ് കർഷകരിൽ നിന്നും ശേഖരിക്കാനുമായിരുന്നു വ്യവസായ വകുപ്പ് നിർദ്ദേശം നൽകിയത്. അങ്ങനെ മോഡേൺ ബേക്കറീസ് വിഭവ സമാഹരണം ആരംഭിച്ചു. പാൻ ഇന്ത്യൻ ലെവലിൽ ബ്രെഡ് വിൽക്കുന്ന ബ്രിട്ടാനിയയും രാജ്യമാകെ ചിതറിക്കിടക്കുന്ന 40ഓളം ചെറുകിട ബേക്കിംഗ് കമ്പനികളുമാണ് അക്കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നത്. 1968 മോഡേൺ ബ്രെഡിന്റെ ആദ്യ ബാച്ച് പുറത്തിറങ്ങിയപ്പോൾ മുതൽ ബ്രിട്ടാനിയയുമായാണ് അത് മത്സരിച്ചത്. എന്നാൽ മോഡേൺ ബ്രെഡ് ഏറെ പെട്ടെന്ന് രാജ്യം കീഴടക്കി. ഗോതമ്പ് ശേഖരിക്കുന്നത് മുതൽ ഓവനിൽ നിന്നും ബ്രെഡ് ഉപഭോക്താവിലേക്ക് എത്തുന്നത് വരെയുള്ള ഉൽപാദന പ്രക്രിയയിൽ അടിമുടി പ്രൊഫഷണൽ ആയിരുന്നു മോഡേൺ ബേക്കറീസ്. ആദ്യകാലങ്ങളിൽ സ്ലൈസ് ചെയ്യാത്ത ബ്രെഡും ആർട്ടിസാൻ ബ്രെഡുകളും കൂടുതലായി വിപണിയിൽ എത്തിച്ചിരുന്ന മോഡേൺ പിന്നീട് അമേരിക്കൻ ശൈലിയിൽ സ്ലൈസ്ഡ് ബ്രെഡ് പാക്കിംഗിലേക്ക് മാറി. അതവർക്ക് കൂടുതൽ മാർക്കറ്റ് മേധാവിത്വവും നൽകി. 5 വർഷം കൊണ്ട് രാജ്യമൊട്ടാകെ 40,000ഓളം ചെറുകിട ഡീലർമാർ മോഡേൺ ബ്രെഡിന് സ്വന്തമായി. 3 പ്രൊഡക്ഷൻ യൂണിറ്റുകളും 7 തേർഡ് പാർട്ടി മാനുഫാക്ചറർമാരും മോഡേൺ ബ്രെഡ് നിർമ്മിച്ചു. ഗുജറാത്തിലെ കച്ച് മുതൽ എറണാകുളം ഇടപ്പള്ളി വരെ നീണ്ടുകിടക്കുന്ന ഉപഭോക്തൃ വിതരണ ശൃംഖല ഓരോ 5 വർഷം കൂടുമ്പോഴും ഇരട്ടിച്ചുകൊണ്ടിരുന്നു. 1980 ആയപ്പോൾ ഇന്ത്യൻ ബ്രെഡ് മാർക്കറ്റിന്റെ 40% മോഡേൺ ബ്രെഡ് കൈപ്പിടിയിലൊതുക്കി. 1981 ഓരോ ദിവസവും മോഡേൺ ബേക്കറീസ് വിറ്റത് 3.5 ലക്ഷം ബ്രെഡ് പാക്കറ്റുകളാണ്. ഇന്ത്യയുടെ വിശപ്പ് മാറ്റാൻ കാശ്മീരിലെ മിലിറ്ററി ക്യാൻറ്റീൻ മുതൽ കന്യാകുമാരി വരെ അതെത്തി. ഇതിനിടെ രസിക എന്ന പേരിൽ പഴച്ചാറുകളും 77 എന്ന പേരിൽ കൊക്കക്കോളയ്ക്ക് സമാനമായ കോളയും മോഡേൺ ബേക്കറീസ് പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ ചരിത്രം നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. 1982 ഇന്ദിരാഗാന്ധിയുടെ 2ാം ഊഴത്തിൽ മോഡേൺ ബേക്കറീസ് അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമായി. മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് കമ്പനിയുടെ പേര് മാറ്റി. 77 കോളയും രസികയും ഉൽപ്പാദനം ഏതാണ്ട് നിലച്ചമട്ടായി. എന്നാൽ മോഡേൺ ഫുഡ്സിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റായ മോഡേൺ ബ്രെഡ് വിപണിയിൽ പറക്കുകയായിരുന്നു. അത് വീണ്ടും ഉയരങ്ങളിലേക്ക് പോയി. പിന്നെയും 18 വർഷം ചൂടാറാതെ സർക്കാരിന്റെ മോഡേൺ ബ്രെഡ് നമ്മുടെ കയ്യിലെത്തിക്കൊണ്ടിരുന്നു. 2000 ആണ്ടിൽ ഇന്ത്യൻ സർക്കാർ അതിന്റെ ഡീവെസ്റ്റ്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റൊഴിക്കുക എന്ന നയമായിരുന്നു അത്. അങ്ങനെ സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ 2000 ഏപ്രിൽ 10 ഇന്ത്യൻ സർക്കാർ മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിന് വിറ്റു. വെറും 150 കോടി രൂപയ്ക്ക് ഇന്ത്യയുടെ ബ്രെഡ് HLLന് സ്വന്തമായി. ഡീവെസ്റ്റ്മെന്റ് പോളിസി പ്രകാരം ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ട ആദ്യ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ്. എല്ലാ തരത്തിലും ലാഭകരമായ കച്ചവടമായിരുന്നു ഹിന്ദുസ്ഥാൻ ലിവറിന്റെ മോഡേൺ ബ്രെഡ്. അവരുടെ കീഴിൽ ബ്രാൻഡ് പിന്നെയും വളർന്നു. 7 പ്രൊഡക്ഷൻ ഫെസിലിറ്റികളും 16 തേർഡ് പാർട്ടി മാനുഫാക്ചറർമാരും മോഡേൺ ബ്രെഡ് ഉണ്ടാക്കി. ഇന്ത്യയൊട്ടാകെ 80,000 റീറ്റെയിലർമാർ പ്രതിദിനം 1.5 മില്യൺ ബ്രെഡ് പാക്കറ്റിന്മേൽ മോഡേൺ ബ്രെഡ് വിറ്റു. 2007 ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവറായി. പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായി അവർക്ക് ഇന്ത്യൻ വിപണിയിൽ നിന്ന് കൂടുതൽ പണം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതിനവർ കണ്ടെത്തിയ മാർഗം മോഡേൺ ബ്രെഡ് വിൽക്കാൻ വെക്കുക എന്നതായിരുന്നു. അങ്ങനെ സിംഗപ്പൂർ ആസ്ഥാനമായ എവർസ്റ്റോൺ ക്യാപിറ്റലിന്റെ പണം മോഡേൺ ബ്രെഡ് ബ്രാൻഡിലേക്ക് ഒഴുകാൻ തുടങ്ങി. പടിപടിയായി മോഡേൺ ബ്രെഡിൽ ഷെയർ വർദ്ധിപ്പിച്ച് അവർ ബ്രാൻഡിനെ വിഴുങ്ങി. എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുകളെയും പോലെയായിരുന്നു എവർസ്റ്റോണിന്റെയും പ്രവർത്തന ശൈലി. ഇന്ത്യയിൽ ബ്രെഡ് വിറ്റ് പണമുണ്ടാക്കാൻ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. ആ ബ്രാൻഡ് അപ്പാടെ വിൽക്കുകയായിരുന്നു അവരുടെ നയം. അങ്ങനെ 2021 ജനുവരിയിൽ എവർസ്റ്റോൺ ക്യാപിറ്റൽ മോഡേൺ ബ്രെഡ് ബ്രാൻഡിലുള്ള തങ്ങളുടെ ഓഹരികൾ മെക്സിക്കൻ ഫുഡ് കമ്പനിയായ ഗ്രൂപ്പോ ബിംബോയ്ക്ക് വെളിപ്പെടുത്താത്ത തുകയ്ക്ക് വിറ്റു. മോഡേൺ ബ്രെഡ് മെക്സിക്കനായി. ആരാണ് ഗ്രൂപ്പോ ബിംബോ? ഗ്രൂപ്പോ ബിംബോയെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ പേര് ബിനീഷ് അരവിന്ദൻ. ഞാനാണ് ഈ ചാനലിലെ വീഡിയോ മേക്കർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ ചാനൽ കാണുന്നവരിൽ 1% പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചെറിയ ഉദ്യമത്തെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ ഡൂയിങ് ദാറ്റ്. 33 രാജ്യങ്ങളിൽ പ്രവർത്തനമുള്ള മെക്സിക്കൻ ഭക്ഷ്യഭീമനാണ് ഗ്രൂപ്പോ ബിംബോ. ലോകത്തിലെ ഏറ്റവും വലിയ ബേക്കറി കമ്പനി. ഓറോവിറ്റ്, എൻഡർമാൻസ്, സാറാലി, ടിയാറോസ്, മാരിനെല്ല, അർണോൾഡ് ബ്രെഡ് തുടങ്ങി 100ലേറെ വമ്പൻ ബ്രാൻഡുകളുടെ ഉടമസ്ഥർ. 10,000ലേറെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്ന വൻ കമ്പനി. 2017 ഇന്ത്യയിലെ മറ്റൊരു ബ്രെഡ് ആൻഡ് റെഡിമെയ്ഡ് റൊട്ടി നിർമ്മാതാക്കളായ ഹാർവസ്റ്റ്
ഹാർവസ്റ്റ് ഗോൾഡിനെ ഏറ്റെടുത്താണ് ഗ്രൂപ്പ് ഓഫ് ബിംബോ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയത്. മോഡേണിനും ഹാർവസ്റ്റ് ഗോൾഡിനും പുറമെ ഇന്ത്യൻ ബ്രാൻഡായ കിറ്റി ദി മാസ്റ്റർ ബേക്കർ ബ്രെഡ് കമ്പനിയും ഇന്ന് ഗ്രൂപ്പ് ഓഫ് ബിംബോയുടെ ഭാഗമാണ്. ഡാനിയൽ ഹാവിയർ സെർവിയെ മൊണ്ടോളാണ് നിലവിൽ ചെയർമാൻ. ഇന്ത്യയിൽ മോഡേൺ ബ്രെഡ് കമ്പനി വികസനത്തിന്റെയും വൈവിധ്യവൽക്കരണത്തിന്റെയും പാതയിലാണ്. 8 വെറൈറ്റികളിൽ ബ്രെഡും 20-ലേറെ റെഡി ടു ഈറ്റ് പ്രിസർവ്ഡ് ബേക്കറി ഐറ്റംസും ചപ്പാത്തിയും റൊട്ടിയും എല്ലാം മോഡേണിന്റേതായി ഇന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലുണ്ട്. ഇന്ത്യയിൽ വളർന്നു വരുന്ന റെഡി ടു ഈറ്റ് ബേക്കറി മാർക്കറ്റിൽ നിലവിലുള്ളതിന്റെ ഇരട്ടിയിലേറെ നിക്ഷേപം ഗ്രൂപ്പ് ഓഫ് ബിംബോ ലക്ഷ്യമിടുന്നു.